അവൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടെന്നല്ലേ അതിനർത്ഥം. എന്നെ അംഗീകരിക്കാനല്ലേ ഇവിടെ പലർക്കും മടി. പക്ഷെ കഴിവുള്ളവരെ എന്നെങ്കിലും ലോകം തിരിച്ചറിയും, അംഗീകരിക്കുകയും ചെയ്യും. ഏത് കമ്പനിയിലാ അശ്വതിക്ക് ജോലി കിട്ടിയത്? അത് അശ്വതേ, ചോദിച്ചു കേട്ടില്ലേ, ഏത് കമ്പനിയിലാണ് ജോലി കിട്ടിയത്? QTV. QTV. താരയുടെ ചാനലല്ലേ അത്? അതെ. നീ എന്താ അശ്വതേ പറയുന്നേ? വെറുതെ നീ അനാവശ്യം കാണിക്കരുത്. അത് പറയാൻ നീ ആരാ? നീ വെറുതെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ വരരുത്. ഇതെങ്ങനെ നിന്റെ പേഴ്സണൽ കാര്യമാവുന്നേ? ആ താരയുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയില്ലേ? ഒരവസരം കിട്ടിയ അവർ ഈ കുടുംബത്തിലുള്ളവരെ തരം താഴ്ത്തി കെട്ടാനും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നത് നീ കാണുന്നതല്ലേ? അങ്ങനെയുള്ള ഒരുത്തിയുടെ കമ്പനിയിലാണോ നീ ജോലി ചെയ്യാൻ പോകുന്നത്? അവരുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ നോക്കുന്ന എന്തിനാ? ഞാൻ എന്റെ ജോലി ചെയ്താ പോരെ? നീ പറയുന്ന കേട്ടാ ഞാൻ ജോലിക്കൊന്നും പോവാതെ ഈ വീട്ടിൽ തന്നെ അടയിരിക്കണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ ജോലിക്ക് പോണ്ടെന്നൊന്നും നിന്നോട് ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. നീ വെറുതെ വീട്ടിലിരിക്കണ്ടെന്ന് കരുതിയല്ലേ പൂർണിമേച്ച് നിന്നെ ഓഫീസിൽ കൊണ്ടുപോയതും ജോലി തന്നതും ഒക്കെ. ഇനി നീ നിന്റെ കഴിവിന് കിട്ടുന്ന ജോലിയെ ചെയ്യുന്ന ഭാഷയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി വാങ്ങിക്ക്. ആ താര നിനക്ക് ജോലി തരുന്നത് എന്തിനാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അവർക്ക് പൂർണിമേച്ചയെ തോൽപ്പിക്കണം. അതിനു വേണ്ടിയാ അവര് നിന്നെ കരുവാക്കുന്നത്. നിർത്തടി. നീ എന്താ പറഞ്ഞു വരുന്ന? എന്റെ മോൾക്ക് ഒരു കഴിവുമില്ലെന്നോ? ഇവിടെ ഇത്രയൊക്കെ സംസാരം ഉണ്ടാവാൻ അശ്വതി എന്ത് തെറ്റാ ചെയ്തേ? ഇവളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ച് ഒരു നല്ല ജോലി കിട്ടിയാ അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പൂർണിമയ്ക്ക് അറിയാം. അതുകൊണ്ടാ പൂർണിമ ഒന്നും പറയാതെ നിൽക്കുന്നേ. അതിനിടെ കയറി അധികാരം കാണിക്കാൻ നീ ആരാടി? അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? ഇവക്ക് അസൂയ. ഇപ്പൊ എനിക്കൊരു കമ്പനിയിൽ നല്ല ജോലി കിട്ടിയെന്ന് കണ്ടപ്പോ അതെങ്ങനെങ്കിലും തട്ടിക്കളയണം. അതിനാ ഇവളി നാടകമൊക്കെ കളിക്കുന്നേ. വേണ്ട അശ്വതേ, നീ ചെയ്ത തെറ്റ് മറയ്ക്കാൻ നീ വെറുതെ എന്നെ പഴി പറയാൻ നിൽക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. നിർത്തടേ. നീ കുറെ നേരമായല്ലോ ചെലക്കുന്നു. താര ഈ കുടുംബത്തോടെ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നേ? ബിസിനസ് ആവുമ്പോ മത്സരവും പ്രൊഫഷണൽ ജലസിയും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഒരു തെറ്റുമല്ല. മത്സരം ഉണ്ടെങ്കിലേ കമ്പനികൾ വളരൂ. താര നമ്മുടെ ചാനലിനോട് മത്സരിക്കുന്നു കരുതി അവിടെ ആരും ജോലി ചെയ്യാതിരിക്കുന്നൊന്നുമില്ലല്ലോ. പൂർണിമ ചേച്ചിയുടെ ഭർത്താവായിരുന്ന സഞ്ജയ് ചേട്ടൻ വരെ അവിടെയാ വർക്ക് ചെയ്യുന്നേ. ആവശ്യമില്ലാത്ത സംസാരം ഇവിടെ വേണ്ട അശ്വതേ. നീ പോടി. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നിങ്ങളുടെയൊക്കെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ദുർഗ, ഇവിടെ ആരെയും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. ആരും കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റാത്ത കൊച്ചുകുട്ടികളുമല്ല. അവരവരുടെ ഇഷ്ടത്തിന് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ആരും ആരെയും തടയാൻ നിൽക്കണ്ട. കിരൺ, നീ അറിയാതെ പോലെ എന്നെ അച്ഛന്ന് വിളിക്കരുത് പറഞ്ഞിട്ടില്ല ഞാൻ. അച്ഛനെ അച്ഛന്നല്ലാതെ പിന്നെ അപ്പൂപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? എടാ ദുർഗ, അച്ഛനെ അപ്പൂപ്പാന്നാണോ വിളിക്കുന്നേ? വേണ്ട, നിന്നോട് ഞാൻ നിർത്താനാ പറഞ്ഞേ. കിരൺ, വാ നമുക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ.
വെറുതെ സമയം കളയാതെ വാ. ഒന്ന് നിന്നേ. ഇതിനൊരു തീരുമാനം ഉണ്ടായാലേ പറ്റൂ. തെളിവുകളുമായി നമ്മളൊന്ന് നിൽക്കുമ്പോ പറഞ്ഞതൊന്നും എന്റെ അച്ഛൻ മാറ്റി പറയാൻ പാടില്ലല്ലോ. എടാ നിന്നോട് നിർത്താൻ ഞാൻ പറഞ്ഞു. നീ പോയി തെളിവ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവാ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്താ ഇത്? ശ്ശേ, എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? പൊന്നുമേ, ഇതൊന്നും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ പ്രശ്നമാവുമെന്ന്. അപ്പൊ ഇവരൊരു കുഴപ്പം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് നീയാണ്. അതിനിപ്പോ എന്താ ചെറിയച്ച ഉണ്ടായത്? നീ വന്നേ. ഇവൻ വെറുതെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുക. എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഇവ കേൾക്കുന്നില്ല. എന്താ കിരൺ ഇത്? ചേച്ചി, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസങ്ങളായില്ലേ? എന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായോ? അതൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ. തെളിവുകൾ കൊണ്ടുവരാൻ നിങ്ങൾ സമയം ചോദിച്ചതുകൊണ്ടല്ലേ ഞാൻ അതിൽ ഇടപെടാതെ നിൽക്കുന്നത്. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞങ്ങൾ തെളിവുകൾ കൊണ്ടുവരാൻ തന്നെയാ പോകുന്നത്. പക്ഷേ അത് കൊണ്ടുവരുമ്പോ പറഞ്ഞതൊന്നും അച്ഛൻ മാറ്റി പറയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവൻ എന്തിനാ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും പിന്നെ ഒച്ച വിളിക്കുന്നത്. എടാ നീ പോയി തെളിവ് കൊണ്ടുവന്ന അപ്പൊ നമുക്ക് നോക്കാം. ആ, കൊണ്ടുവരും. കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിൽ അംഗീകരിപ്പിച്ചിട്ടേ ഞാനിവിടെ